സമീർ VK നിലമ്പൂർ. ഷാസ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക എല്ലാവരും. ലൈവ് ഒന്ന് റീച്ച് ആവാൻ, ഗെയിം കളിക്കാനല്ല കേട്ടോ. മാലിക്, സമീർ VK, ഹബീബ് VK, സ്മൈൽ ബോയ്, നൗഫി, ഹാഷിം. ഇതല്ല തറാവിയൊക്കെ കഴിഞ്ഞപ്പോൾ അയാളെ പേരൊന്ന് പറയോ? നിങ്ങൾ കുറേ ആൾക്കാർ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ആളല്ലാന്ന് ഞാനിപ്പോൾ ഒരു 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 സെക്കൻഡ് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗെയിം കളിക്കാനല്ല, വീഡിയോ റീച്ചാകാം, അല്ല ലൈവ് റീച്ചാകാൻ. അത് കൊള്ളാം, അത് കളിക്ക് ഷാസെ, സൂപ്പർ. സ്മൈൽ ബോയ്, നിങ്ങളൊക്കെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരാളുടെ പേര് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പലരിലും. അപ്പോൾ ആ ആളുടെ പേര് അങ്ങനെ കുറേ പരാമർശങ്ങൾ വന്നപ്പോൾ നമ്മൾ ഒരാൾ വെറുതെ കുറ്റവാളിയാക്കരുതല്ലോ. അപ്പോൾ ആ ആളല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. കാരണം യഥാർത്ഥ ആൾ അത് കേട്ട് മറിഞ്ഞിരുന്ന് അല്ലെങ്കിൽ ആ കമൻറ്റ് കണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ഉള്ളിടത്ത് എന്തായാലും ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലും അവരെ പാമ്പർ ചെയ്യുന്നവർ ആ കമൻറ്റുകൾ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. അപ്പം അതിന് നമ്മൾ അനുവദിച്ചുകൂടാ. അപ്പം അതുകൊണ്ട് ആ ആളല്ല എന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്തു ആ വീഡിയോ. എന്നിട്ട് ഒരു മിനിറ്റ് 45 സെക്കൻഡ് ഉണ്ടായ വീഡിയോ ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 45 സെക്കൻഡേ ഉള്ളൂ. 1 മിനിറ്റ് എങ്ങാണ്ടുള്ളത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ആൾക്ക് ബിരിയാണി കിട്ടുമോ? ബിരിയാണി ഉണ്ടാവൂലേ? ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാവൂലേ നസീർക്ക് അവിടെ? അതിനിപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല സൂപ്പർ ഫുഡാന്ന് പറയണൊക്കെ ഉണ്ട് ഇല്ലേ? ആരാ PPA ഭാഗ്യവാൻ? സ്മൈൽ ബോയ്, ഡബിൾ ടാപ്പ് ഗൈസ്, ഡബിൾ ടാപ്പ്. എൻ്റെ ലൈവ് ഒന്ന് റീച്ച് ആക്ക് നസീർക്ക. നസീർക്ക് നിങ്ങളെന്താ നമ്മൾ നോമ്പുറക്കാൻ വിളിക്കാത്തേ? കൊള്ളാം. ഇബ്രാഹിം ജാവേദ്, കില്ലർ ബോയ്, ഹായ്. എക്സ്പോ നോ നോ, ഒരിടെ എന്തെങ്കിലുമൊക്കെ വരും. ആദ്യത്തെ ആള് പോയിട്ടുണ്ടല്ലോ. സുഖാണ് കില്ലർ ബോയ്, അൽഹംദുലില്ലാ സുഖായിരിക്കണ്. എക്സ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. ആദ്യത്തെ ആളകത്ത് പോയില്ലേ, ഇനിയിപ്പോൾ വരും പയ്യെ. വരാനൊന്നുമില്ല, ഇനി എന്താ വരാനുള്ളത് അവരെ കുറിച്ചൊക്കെ. കൊമ്പൻ, ഇയാളിപ്പോൾ നാട്ടിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതോ അത് പഴയതാണോ? നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല, ആ ആളല്ലാന്ന് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു റിപ്ലൈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ആൾ എൻ്റെ വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് എടുത്ത് ഞാൻ ഇന്ന് ഒരു മിനിറ്റ് മുമ്പ് ഒരു റിപ്ലൈ വീഡിയോ കൊടുത്തിട്ടുണ്ട്. എടോ ജിന്നെ, നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ആ ആള് നാട്ടിൽ നിന്ന് വീഡിയോ ഇടുന്നുണ്ട്, അത് സത്യം തന്നെയാണ്. ആ ആള് നാട്ടിലുണ്ട്. എക്സ്പോ അല്ല 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 ഇത് ഒരു ക്ലൂ കൊടുത്തരാം. വൈഫിന്റെ പേരിൽ ഫേമസ് ആയ ആളാ. ആളേക്കാൾ കൂടുതൽ ഫേമസ് വൈഫാ. എന്നാ കോഴിക്കോട് സ്റ്റാറിൽ പോര്, നോമ്പ് തുറപ്പിക്കാലോ. സ്മൈലേ, പിന്നെന്താ എപ്പോഴാ വരണ്ടേന്ന് പറഞ്ഞാൽ മതി. ഞാനും ഒക്കെ എല്ലാവരും കൂടി പോരാ. നാട്ടിലെ പോലെ ഗോതമ്പുണ്ട ഇവിടെ ഇല്ല. ഇവിടെ മന്തി ബിരിയാണി ഒക്കെ. ആരാ പറഞ്ഞ നാട്ടിൽ ഗോതമ്പുണ്ടയാണെന്ന്? നാട്ടിൽ നല്ല ഒന്നാന്തര ഫുഡാ ജയിലിൽ. ഇപ്പൊ സാലറിയും കൂട്ടിയിട്ടുണ്ട് ജയിലില. ഒരു ദിവസം 600 രൂപയാക്കിയിട്ടുണ്ട് ജയിലിലെ സാലറി നാട്ടിൽ. നിങ്ങളൊന്നും അറിയുന്നില്ല. നിങ്ങൾ ഏത് ലോകത്താ? ഇടക്ക് വാർത്തയൊക്കെ കാണണം കേട്ടോ നസീർക്ക. നാട്ടിലെ ജയിലിൽ ഇപ്പൊ സാലറി ഒക്കെ കൂട്ടി 600 രൂപയാണ് ഒരു ദിവസത്തെ വേതനം. പിന്നെ ഫുഡ് ആഴ്ചയിൽ ഒരു ദിവസം മട്ടനുണ്ട്, ചിക്കനുണ്ട്, മുട്ടയുണ്ട്, റൊട്ടിയുണ്ട്. മട്ടനുണ്ട്, ചിക്കനുണ്ട്, റൊട്ടിയുണ്ട്, മുട്ടയുണ്ട്. അയാളല്ല എന്ന് ഉറപ്പാണോ? മാറ്റി പറയരുത്. ഇനി ഞാൻ ഇല്ല ഈ കളിക്ക്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാറ്റി പറയേണ്ട ഒരു കാര്യങ്ങളും ഞാൻ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കിൽ പറയാറില്ല. കാരണം എത്രയോ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കണ്ടേ നാളെയും. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസിന് ഒക്കെ ചെയ്യാറുള്ളത്.
സോ ആ ആളെല്ലാം അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരു പേരാണത്. അപ്പോൾ ആ ഒരു പേരങ്ങനെ വരുന്നത് കൊണ്ട് യഥാർത്ഥ ആളെ പാമ്പർ ചെയ്യുന്ന, അവരെ കൂട്ടുപിടിച്ച് അവരെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നവർ സന്തോഷിക്കും. കാരണം ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ സുഹൃത്ത് ബന്ധങ്ങൾക്കോ രക്തബന്ധങ്ങൾക്കോ വില കൽപ്പിക്കാത്തവരാണ്. അവർ ആരെ പഴിചാരിയാലും അവരതിൻ്റെ മറവിൽ സന്തോഷിക്കും. അപ്പൊ അത് പാടില്ല എന്നോർത്തിട്ടാണ് ഞാൻ ഇന്നത്തെ റിപ്ലൈ വീഡിയോ കൊടുത്തിരിക്കുന്നത്. അത് പോയി കണ്ടാൽ മനസ്സിലാവും. കാരണം ഇനി ആ പേര് എൻ്റെ കമന്റ് ബോക്സിൽ വരരുത്. കാരണം എൻ്റെ ഒരു വീഡിയോ 110K മേലെ പോയിട്ടുണ്ട്. അതനുസരിച്ച് ആ വീഡിയോ ഷെയറും പോയിട്ടുണ്ട്. ഒത്തിരി കമന്റ് വന്നിട്ടുണ്ട്. അതിൽ വന്ന ഒരു 60% കമന്റ്സും നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ആളാണ്. അപ്പൊ അതല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. SRDXP എൻ്റെ കമ്മല് മാറ്റിയല്ലേ? ആ കമ്മല് മാറ്റി. നമുക്ക് ഈ കമ്മലും ഡ്രസ്സൊക്കെ അല്ലേ മാറ്റാൻ പറ്റുള്ളൂ. തരത്തിന് തരത്തിനും പിന്നെ പങ്കാളിയെ മാറ്റാൻ പറ്റില്ലല്ലോ. നമുക്ക് മാറ്റാൻ പറ്റുന്നത് എന്താ? കമ്മല്, മാല, ഡ്രസ്സ്. 4 പേരും കൂടെ ജോലിക്ക് പോയാൽ 2000 രൂപ കിട്ടും. 4 പേരും കൂടി ജോലിക്ക് പോയാൽ 2000 അല്ലല്ലോ, 1200, 2400 ഇല്ലേ? 2400 കിട്ടില്ലേ? ലത്തി, എന്തെല്ലാം വിശേഷം? എങ്കിൽ പേര് പറഞ്ഞൂടെ? പേരിന്റെ ആദ്യാക്ഷരം പറയൂ. നമുക്കെല്ലാ കുറെ ആളുകളുടെ പേര് അല്ലേ, ഈ എന്താണ് എന്താ പറയാ, വവ്വൽസിൽ ഇതുണ്ടോ? ഉണ്ടല്ലോ, ഇല്ലല്ലേ? വവ്വൽസിലില്ല. വവ്വൽസ് എത്ര അക്ഷരമാണ്? വവ്വൽസ് 5 അക്ഷരമാണ് അല്ലേ? 5 അക്ഷരത്തിൽ ഈ അക്ഷരം ഇല്ല. വവ്വൽസ് ഏതൊക്കെയാണെന്നറിയോ? വവ്വൽസ് ഇംഗ്ലീഷിലെ വവ്വൽസ് 5 അക്ഷരങ്ങളാണ്. ആ വവ്വൽസ് ഈ ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ ഇല്ല. ആ കമന്റ് ഇട്ടത് റിപ്ലൈ മനസ്സിലായില്ല. മാർസ് ഒരു വീഡിയോയിൽ തർജ്ജമ എങ്ങനെ? സോറി, 2400. അതാണ് നീ 400 എവിടെ മുക്കി? സ്കൈ റൈഡർ, അള്ളാഹു കാക്കട്ടെ നമ്മളെല്ലാവരെയും. നമ്മൾ തമാശക്കാണ് പറയുന്നതെങ്കിൽ പോലും അള്ളാഹു അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പഠിച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അല്ലേ. അത് അവിടെ കഴിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നമ്മളിനിയിപ്പോൾ എന്തൊക്കെ തന്നെയാണ്, എന്തൊക്കെ തമാശ പറഞ്ഞാലും ആൾക്ക് കട്ടിമീശയുണ്ടോ? കട്ടിമീശുണ്ടോ? സത്യത്തിൽ ആ ശൈത്താന്റെ മുഖമൊക്കെ ഞാൻ മറന്നുപോയിടേ. എന്നാലും പറ, ആരാ? അപ്പപ്പ നസീർ മൂസ. കുട്ടംകോട് മത്തായി, തറാവീഹ് നിസ്കാരമൊന്നും ഇല്ലേ ഇത്ത? ഇല്ലപ്പാ, ഞാൻ ഇന്ന് തറാവീഹ് നിസ്കരിച്ചിട്ടില്ല. ഹലോ അസിത്ത, എന്താ വിശേഷം? ഹായ്. അല്ലടാ, ഹായ് ആണ്. ഹസിത്ത, എന്താണ് വർത്തമാനം? അല്ലെങ്കിൽ അസിതന്റെ വർത്തമാനം എന്താണെന്നാണോ, അല്ലെങ്കിൽ എന്നോടാണോ ചോദിക്കണേ? മുഹമ്മദ്, തമ്പുരാനോട് ചോദിക്കാം, അവൻ അറിയാമായിരിക്കും. തമ്പുരാൻ അറിയാത്ത എന്ത് കാര്യമാണ് ടിക്ടോക്കിലുള്ളത് അല്ലേ? മിക്കവാറും ഒരു 80% തമ്പുരാൻ അറിയാൻ പറ്റുമായിരിക്കും. സ്മൈൽ ബോയ്, അയാൾ ബിസിനസ്സുകാരൻ അല്ലേ? അബു മെഹ്റിൻ, സത്യത്തിൽ ഒരു ഇന്നർവെയർ മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരാളാണ്. കാട്ടിക്കൂട്ടലുകളൊക്കെ പല ആളുകളുടെയും കാശാണ്. മനസ്സിലായോ? സത്യം, അതാണ് സത്യം. ബാനു ആരാ? MR ഹായ്. ബാനു ആരാ? ഫാസില ബാനു ആണോ? ഫാസില ബാനുവിൻ്റെ ആരുമില്ല. നിങ്ങൾക്ക് എന്നെ ഒന്ന് നോമ്പ് തുറക്കാൻ വിളിച്ചൂടെ? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുക പോയാ. നിങ്ങൾക്ക് നമ്മളെ ഫാമിലിനെ ഒന്ന് നോമ്പ് തുറക്കാൻ വിളിച്ചൂടെ? റഹീം ഹായ്. ഓക്കെ, എന്നാൽ ആ റിപ്ലൈ വീഡിയോ ചെയ്തത് ഗുഡ്. അതാണ് ജിന്നെ, അത് ചെയ്തില്ലെങ്കിലില്ലേ പലരും ആ ആളെ തെറ്റിദ്ധരിക്കും. ഫാസില ബാനുവിൻ്റെ സിസ്റ്ററാണോ? അല്ല ഷിഹാസെ. റഹീം ഓക്കെ. അല്ല ലവ് ആൻഡ് ലവ് അല്ല 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 അതൊക്കെ ഇനി വരാൻ കിടക്കണല്ലേ ഉള്ളൂ. അല്ല, എന്നാ എന്നെ ഹെൽപ്പറായി കൂട്ടിക്കോളും. ഹായ് വയനാടുകാരൻ, എന്തെല്ലാം വിശേഷം? പേര് പറഞ്ഞാൽ സമ്മാനം ഉണ്ടോ? ഉണ്ട്. കറക്റ്റ് പേര് പറയണം. പറയോ, എന്താണ് വിശേഷം? അൽഹംദുലില്ലാ. പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. അല്ല പിന്നെ നായാവി അല്ല,
മൻഹി മാണി എന്താ പേര്? ബോട്ടിക് നടത്തിയ ആൾ അബൂ മെഹറിൻ. ബോട്ടിക് നടത്തിയ ആരാ? ബോട്ടിക് നടത്തിയ ആരാ? ആ അക്ഷരങ്ങളൊന്ന് പറയൂ. ഏതാണ്? വൊവൽസ് ആണോ? റയാൻ ഷെരീഫ് ഹായ്. 400 എനിക്കുള്ളതാണെന്ന് 2000. ഓ അതാണ് നീ 400 കുറച്ചതല്ലേ. AEIOU അതാണ് വൊവൽസ്. ദേ കണ്ട നസീർക്ക, നിങ്ങൾ എന്നെ പോലെ 4ാം ക്ലാസ് വരെയൊക്കെ പോയിരിക്കണു അല്ലേ? ആ മഹാൻ നിങ്ങളെ പേരിന് സാമ്യമുണ്ടോ? ഫസി. അയ്യേ നോ നെവർ. സ്മൈൽ ബോയ് എന്റെ പേരുമായിട്ട് യാതൊരു വിധ സാമ്യമില്ല. ബിലാലെ താങ്ക് യു സോ മച്ച്, താങ്ക് യു. എന്നാൽ അതാരാണ് മക്കളെ? കാതിലിട്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ കൂടമാറ്റത്തിൽ കൊടുക്കുന്നു. നോക്കാം ഖാൻ, നോക്കാം. അവിടെ തികയാതെ വരുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ. നിങ്ങളെ പേരെന്തീനു? മാനി, മായി, മായി. ആരാ? എന്താ? എവിടെന്നാ? എപ്പോഴാ? യാർബല്ല. അയ്യോ കിങ് ഓഫ് എടപ്പാളെ, നിങ്ങളുടെയൊക്കെ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 2 മിനിറ്റ് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി കാണുക. കാരണം ആ ആള് വല്ലാതെ പഴി കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ 2 ദിവസമായിട്ട്. ഞാനിപ്പോ ഇതറിഞ്ഞിട്ട് മൂപ്പരുടെ ഒരു വീഡിയോ പോയി നോക്കി. എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു മൂപ്പരുടെ വീഡിയോ പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ പോയി നോക്കിയപ്പോ ആ പാവം ഇന്നലെ രാത്രിയോ പോസ്റ്റ് ചെയ്ത വീഡിയോന്റെ അടിയിൽ ഒത്തിരി കമന്റ് ഉണ്ട്. നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയോ, ജാമ്യം കിട്ടിയോ, തൽക്കാല ജാമ്യം. പാവം കഷ്ടമുണ്ട്. ഞാനിതാ നോമ്പ് തുറക്കാൻ വിളിക്കുന്നു മാർച്ച് 28-ന്. മാർച്ച് 28-നല്ലടാ, മാർച്ച് 31-ന് വിളിക്കുക. എൻ്റെ ബർത്ത്ഡേ ആണ് മാർച്ച് 31-ന്. മാഹി, ഓക്കെ സോറി മാഹി. കോമു, എൻ്റെ സത്യം പറഞ്ഞാൽ കണ്ണു കാണില്ല. കുഞ്ഞുമണി ഹായ്. കുഞ്ഞുമണി നോമ്പായിട്ട് നിങ്ങളെ കണ്ടേ ഇല്ലല്ലോ. എവിടെ? വലൈക്കും സലാം മെഹ്റൂഫെ. ഒന്നും മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് മീ. എല്ലാം മനസ്സിലാവും. വെയിറ്റ് ചെയ്യും. എന്താ സംഭവം? ഷാഡോ എന്താ സംഭവം? നിങ്ങൾ മാർച്ച് 15-ന് നോമ്പ് തുറക്കാൻ വാ. മാർച്ച് 15-ന് അബൂ മെഹ്റിൻ ഇൻഷാ അല്ലാ. ഹായ്. ടിക്ടോക്കിന്റെ വോയിസ് പഠിച്ചു. ഞാൻ ഈ നാട്ടുകാരനെ അല്ല. അതെന്താ? അഡ്മിനാണോ? നോ. ബെൻ നരേന്ദ്രൻ നോ. അഡ്മിനൊക്കെ പയ്യെ വരും, വെയിറ്റൊക്കെ. എന്തായാലും അഡ്മിനൊന്നും ജയിലിൽ പോകാനുള്ള പണിയൊന്നും ചെയ്യുന്നൊന്നും തോന്നുന്നില്ല. അങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല. ഓനെക്കുറിച്ച് നമ്മൾ അങ്ങനെ ഇല്ലാത്തൊന്നും പറയരുത്. ഓനെ അത്രക്കുള്ള കുരുത്തക്കേടൊന്നുമില്ല. ഇച്ചിരി കോഴിത്തരം ഉണ്ടെന്നല്ലാതെ അല്ലാതെ അങ്ങനെ ഒരു ദുഷ്ടത്തരം ഒന്നും ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എന്നാ സെൻഡാക്കി എന്തുട്ട്? റിയാസ് ഹായ്. നിങ്ങളൊക്കെ ഈ 34 ലെവലൊക്കെ എങ്ങനെ എത്തൂടെ? എത്ര കാശ് വേണോടെ ഈ 34 ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ? ഞാനിപ്പോൾ നേരത്തെ നാട്ടിൽ പോകും. അതുകൊണ്ടാണ് അന്ന് പറഞ്ഞതാ. നാട്ടിൽ നേരത്തെ പോണോണ്ട് മാർച്ച് 18-ന് വരാൻ പറഞ്ഞേ, 15-ന് വരാൻ പറഞ്ഞേ. എല്ലാവരും ഉടനെ നടനാണോ? അല്ല, നടനും അതിനുള്ള ധൈര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അയാൾ കൊട്ടും ധൈര്യമില്ല പാവം. പക്ഷെ അയാൾ നമ്മളെ സത്യത്തിൽ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ അയാൾ ഇങ്ങനെ പോണം പേടിച്ചിട്ട്. അതിനുള്ള ധൈര്യമൊന്നും അതിനുള്ള അമ്പിയറൊന്നുമില്ല. ഇത് നല്ല ക്രിമിനൽ ബുദ്ധിയുള്ള നല്ല മനക്കെട്ടിയുള്ള ഒരാൾക്ക് മാത്രം പറ്റുന്ന ഒരാളാണ്. കാരണം ഇതെല്ലാം പയറ്റിക്കഴിഞ്ഞ് നാട്ടിൽ നിന്നോട്ട് പോകുന്ന ഒരാളാണ്. ലാഗ് അടിപ്പിക്കാതെ കാര്യം പറയാം. നിനക്ക് എന്താ അറിയണ്ട? കുറച്ച് കഴിയുമ്പോൾ എല്ലാം പുറത്തു വരും അല്ലേ? ഉറപ്പായിട്ടും മാഹി, ഉറപ്പായിട്ടും. ഫാത്തിമ അല്ല, രസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടിക്ടോക്കിൽ വലിയ പ്രശ്നമില്ല. ഇവരുള്ളത്, ഇവരുടെ ഫേക്ക് ഐഡികൾ കൂടുതലുള്ളത് ഇവൻ പിന്നെ വാലായിട്ട് കുറച്ച് ആളുകൾ കൊണ്ടു നടക്കുന്നത്. അവൻ്റെ ഫേക്ക് ഐഡികൾ ഉള്ളതും ഫേസ്ബുക്കിലാണ്. എൻ്റെ ഫേസ്ബുക്ക് പോയി നോക്കിയത് നിങ്ങൾ. എന്നെ പേരില്ലാത്ത, തലയില്ലാത്ത, വാലില്ലാത്ത കുറേ ആളുകൾ വന്ന് തെറി വിളിക്കുന്നുണ്ട്. കാരണം ടിക്ടോക്കിലില്ല. കാരണം ടിക്ടോക്കിൽ ഇവരുടെയൊക്കെ ഫേക്ക് ഐഡികൾ കുറേ ആളുകൾക്ക് അറിയാം. ഫേസ്ബുക്കിൽ കുറേ ആളുകൾക്ക് അറിയില്ല. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യൂ. എന്താ ഇങ്ങനെ ഇത്ര ദേഷ്യം? ഞാൻ എത്ര മനോഹരമായി, എത്ര സൗമ്യമായി, എത്ര പുഞ്ചിരിയോടുകൂടി ഇരുന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് ദേഷ്യമായിട്ടാണ് എൻ്റെ ഫേസിൽ ഫീൽ ചെയ്യുന്നത്. എന്തുവാണ് ഇത്? പർച്ചേസിന്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിന്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യാം. ഓക്കെ. മാണിക്ക മലരായ പൂവി മഹദിയാം കാതീച്ച ബീവി മക്ക എന്ന പുണ്യ
വിലസിടും നാരി വിലസിടും നാരി. സൗമ്യതയുടെ മുഖത്തോടെ ഈ ചോദ്യം ചോദിച്ചത് ഏത്? അനീഫ സുഖാണ് അൽഹംദുലില്ലാ. മാഹി വലൈക്കും അസ്സലാം. ചെപ്പു എന്തല്ല വിശേഷം? നാരി വിലസട്ടെ. ഇല്യാസ് എന്തല്ല ഇല്യാസേ? ഇല്യാസേ ഇജ്ജ് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇല്യാസ് പിന്നെ ആരാണെന്ന് ചോദിക്കില്ല. ഇല്യാസിനെ ആളൊക്കെ പിടിയിട്ടിരിക്കണോ? ഹലോ പുഗുണ്ടോ ഇല്യാസെ? പുഗ്. വലൈക്കും അസ്സലാം. മലപ്പുറം സുൽത്താൻ. ഇല്യാസ് ഇപ്പൊ പറയും ഞാനീ നാട്ടുകാരനാണ്. അല്ലാന്ന് വിളിച്ചു കച്ചവടത്തിനയച്ചു കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു. ഇവിടെ ഉണ്ടല്ലോ. വലൈക്കും അസ്സലാം മെഹറൂഫെ. ചെപ്പു എന്ത് പ്രശ്നോ? എന്തുട്ട പ്രശ്നോ? എന്താ പ്രശ്നോ? എന്നെ ആരോ വിളിക്കുന്നുണ്ട്. എന്താണെങ്കിലും ലൈവ് കഴിയാതെ ഞാൻ ഫോൺ എടുക്കൂല. സിദ്ധി 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 ഇന്ന് എന്താ സ്പെഷ്യൽ നോമ്പോർക്കാൻ? എനിക്ക് ഇന്ന് മറ്റേ എന്താ ഇതിനെ പറയണ ഈ ബീഫൊക്കെ ഉള്ളിലിനെ വെച്ചിട്ട് പത്തിരി പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പിന്നി ഇട്ടിട്ട് പൊരിച്ചെടുക്കൂലേ? ചട്ടിപ്പത്തിരി അല്ല, ചട്ടിപ്പത്തിരി അല്ല, എന്ത് പത്തിരി എന്നാണ് അത്? ഇടിയപ്പം, മുട്ട റോസ്റ്റ്, പിന്നെ ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ചും പപ്പായയും ചെറുനാരങ്ങ വെള്ളം, കസുകസും ഇഞ്ചിയും മറ്റേ പുതിനയിലേക്ക് ഇട്ട ചെറുനാരങ്ങ വെള്ളം. നമ്മുടെ അങ്ങനെ വിഭവസമൃദ്ധമായ നോമ്പ് തുറയൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു കൂട്ടം നാസ്ത, ഒരു കറി, ഒരു 2 ഫ്രൂട്ട്സ്, എന്തെങ്കിലും ഒരു സ്നാക്സ്, അത്രേ ഉള്ളൂ. യെസ്, ബീഫ് പത്തിരി. ഞാൻ സലാം അടയ്ക്കുമല്ലോ. സലാം അടയ്ക്കും ഞാൻ. നിങ്ങൾ നാട്ടിലല്ലല്ലോ? ഇല്ല, ഞാനിവിടെ അച്ചുമാനിലുണ്ട്. മുഹമ്മദ് അലി, മലപ്പുറം. എന്താ വിശേഷം? മുഹമ്മദ് അലി അൽഹംദുലില്ലാ. ശരിയാണ്, ഇങ്ങനെ സലാം അടക്കുന്നതിന് പകരം ഒരു ബോർഡ് വെച്ചാൽ മതിയല്ലോ. പുഗില്ല, എല്ലാം വെട്ടി, ഇനി കിളിർക്കട്ടെ. ഓക്കെ. സുഖാണ് അൽഹംദുലില്ലാ. നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നതിലല്ല കാര്യം. ആണോ? വയസ്സിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി എൻ്റെ വയസ്സ് നിങ്ങൾ ഗസ് ചെയ്തോട്ടോ. എല്ലാം ഞാൻ ഗസ് ചെയ്യാനായിട്ട് വിടാം. എൻ്റെ വയസ്സ് എന്ന് പറയുന്നത് എൻ്റെ മൂത്ത പേരക്കുട്ടി. എനിക്ക് 4 പേരക്കുട്ടികളുണ്ട്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പിന്നെ മൂത്ത പേരക്കുട്ടി, അതായത് 2 പെണ്ണും 2 ആണും. മൂത്ത മോൾക്ക് ഒരു ആണും ഒരു പെണ്ണും, രണ്ടാമത്തെ മോൾക്ക് ഒരു ആൺകുട്ടി, പിന്നെ അടുത്ത ആൾക്ക് ഒരു പെൺകുട്ടി. അപ്പോൾ 2 പെണ്ണും 2 ആണും. മൂത്ത പേരക്കുട്ടി എന്ന് പറയുന്നത് അവന് 11 വയസ്സായി. ഓക്കെ, പിന്നല്ല, വയസ്സെന്നാൽ വെറും നമ്പർ മാത്രം, അതിലാണ് കാര്യം. അതാണ്. നിങ്ങൾക്ക് എത്ര വയസ്സായി? റെജി 64. ഓക്കെ, 64 എങ്കിൽ 64. ഞാൻ പ്രൗഡാണ് ആ കാര്യത്തിൽ. മധു കുമാർ 49. ഇനിയുണ്ട് 3 വർഷം. പച്ചീസ് ഉപയോഗിക്കുന്നു വയസ്സിനെ കുറിച്ച് കാണിക്കാൻ. വയസ്സ് പറയുന്നത് എന്തിനാ പേടിക്കണേ? VF ഫൈസൽ, ഞാൻ പറഞ്ഞല്ലോ ഗസ് ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ പേരക്കുട്ടിയുടെ പ്രായം പറഞ്ഞില്ലേ, അതിൽ നിന്ന് നിങ്ങൾ വയസ്സ് ഗസ് ചെയ്തോ. വയസ്സൊരു നമ്പർ മാത്രമാണ്. അത് ശരി. ഞാൻ എൻ്റെ മക്കളെ ഒന്ന് മറച്ചു വെച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇവിടെ പച്ചയ്ക്ക് പറയുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മക്കളില്ല എന്ന്. സത്യമായിട്ടും അത് വിവരമില്ലാത്തവരോ ഒന്നുമല്ല കേട്ടോ. വിവരമുള്ള നല്ല 1-ാം തരം കുട്ടികൾക്ക് വിവരം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെ തന്നെ ഞാൻ പറയും. അതുപോലുള്ള ടീച്ചർമാരെയൊക്കെ എടുക്കുന്ന സ്കൂളുകാരെ പറഞ്ഞാൽ മതി. ഇവരിൽ നിന്ന് എന്താണ് നമ്മളുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന പാഠം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വന്തം മക്കളെ മറച്ചു വെച്ചിട്ട് ഇപ്പോഴും കല്യാണം കഴിക്കാനായിട്ട് പല ആണുങ്ങളെയും പ്രേമിച്ച് നടക്കുന്ന ഒരു ടീച്ചറിനെ എനിക്കറിയാം. നിങ്ങൾ ഭയങ്കര ഉഷാറാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതാണ്, വയസ്സിലല്ല കാര്യം. ഷിയാസെ 43. അയ്യോ, അതൊക്കെ കുറച്ച് കുറഞ്ഞു പോയില്ലടാ. വയസ്സ് പറയല്ലേ, ഒരുപാട് കാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കട്ടെ. അതായത് തീർച്ചയായിട്ടും ആരോഗ്യവും ദീർഘായുസൊക്കെ നമുക്ക് എല്ലാവർക്കും പഠിച്ച തമ്പുരാൻ തരട്ടെ. വയസ്സ് ലേലം തുടങ്ങി. ഇവിടെ എൻ്റെ ലൈവിൽ ഒരു ദിവസം, അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് മാത്രമേ ഈ വയസ്സ് വെച്ച് ലേലം വിളി ഉണ്ടായില്ല. വേറൊരാളുണ്ട്, ഒരു സച്ചിൻ, പുള്ളിക്കാരൻ വന്നാൽ പിന്നെ എൻ്റെ വയസ്സ് വെച്ച് ലേലം വിളിയായിരിക്കും. 47. ഷുഗൂർ. അതെ, മായി. നിങ്ങൾ ഫാസില ബാനുവിന്റെ താത്തയല്ലേ? ഇല്യാസ് ഇജ്ജ് വല്ല അറിയുന്നുണ്ട്? എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ?
വല്ലവരും ഗസ് ചെയ്തോ നീ? വയസ്സ് പറയില്ല, ഒരുപാട് കാലം ആരോഗ്യത്തോട് ജീവിക്കട്ടെ. അമീൻ അമീൻ അമീൻ. 54. നസീറാറൊക്കെ 54 54. എൻ്റെ ഇക്കാക്കായിട്ടില്ലല്ലോടാ 54. എടാ എൻ്റെ ഇക്കാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. എൻ്റെ ഇക്ക 1976 ഫെബ്രുവരി 28 ഉള്ളതാണ്. അല്ല സോറി 26 ഉള്ളതാണ്. അധ്യാപിക, അതെ അങ്ങനെയും പറയാം. നോമ്പ് തുറക്കാനായി ഒരുമിച്ച് തയ്യാറെടുക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യൂ. ഈ സമ്മറി എന്താണ്? നോമ്പ് തുറക്കണ സമയമൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. എന്താണ് നിങ്ങൾ പറഞ്ഞത്? എൻ്റെ വയസ്സാണോ പറഞ്ഞത്? 54. ഫൈസൽക്കാ നിങ്ങൾക്കായിരിക്കും 54. പോടന്ന് 47 ഫിക്സ്. ഓക്കെ ഫിക്സ് ഷിയാസെ. 44 ആണേലും 37 മതിക്കും. അത് മതി, അത്രയും മതിക്കൂലേ? അത് മതി. 42 റജി. ഓക്കെ എൻ്റെ റബ്ബേ, ഞാനില്ലേ തള്ളല്ലേ എന്ത്? നമ്മൾ തമ്മിൽ അതിന്റെ ആവശ്യമുണ്ടോ? എല്ലാം കാണുന്നു കേൾക്കുന്നു, അതാണ്. പാർട്ട് 3 വന്നല്ലോ. യാക്ഷി KSD വന്നല്ലോ, ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിട്ടുണ്ട്. ഏജ് ഓൺലി നമ്പർ, അത്രേ ഉള്ളൂ. ക്യാരക്ടർ ഈസ് ബ്യൂട്ടിഫുൾ. ലോക്ക് ചെയ്യാം നമുക്ക്. ലോക്ക് ചെയ്തോളൂ. മണിക്കുട്ടി ഓടി സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. നോക്കിയിട്ട് വരാം. ഓക്കെ, നോക്കിയിട്ട് പെട്ടെന്ന് വരും. കാരണം ആ വീഡിയോ ഞാൻ ചെയ്തില്ലെങ്കിൽ ഒരു പേര് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും പല ആളുകളിലും. അപ്പം അതുണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായത് കൊണ്ട് മാത്രം ഞാൻ ആ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. എന്തായാലും ഇപ്പോഴും 916 ആണ് നിങ്ങൾ. അത് മതി ഇല്ലാസേ, അത് മതി. ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 തീർച്ചയായിട്ടും. ആരെവിടെ ഫോളോ ചെയ്തെന്ന്? റജി, എന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല. മധുകുമാർ, മന്ദാരച്ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ പൊന്നും തേനും വായം പൂമുണ്ടോ. വയസ്സാണെങ്കിൽ ഞാൻ പറയാം. വന്നല്ലോ. പറയടാ. ഓക്കെ സാർ, കീപ് ഇറ്റ് അപ്പ്, ഐ വിൽ കം ബാക്ക്. ഓക്കെ മുഹമ്മദ് അലി, ഇൻഷാല്ലാ ഞാൻ ചെയ്തു. മല്ലു ഡെലിവറി ഹായ്. എന്നാൽ ഒരു നോമ്പ് തുറക്കൊന്നും നമ്മളെ വിളിക്കൂലേ? നോമ്പ് തുറ നമുക്ക് ഇൻഷാല്ലാ കുറച്ച് ആളുകളെയൊക്കെ വിളിച്ച് നമുക്കൊരു നോമ്പ് ഉറപ്പിക്കാം. അതാണ് മാഹി, സത്യം. അതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാൻ ഞാൻ നിർബന്ധിതയായത്. ആ വീഡിയോ ഈ ആളെയുമായി കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചു. അപ്പോൾ കാരണം ഈ ആളുടെ ഏറ്റവും അടുത്ത ആളാണ്, അത് വേറെ കാര്യം. കാരണം ആ ആളെ ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ യഥാർത്ഥ ആളും അയാളെ പാമ്പർ ചെയ്യുന്ന ആളുകൾ സന്തോഷിക്കുകയാണ്. അവിടെ ഇതെന്റെ സുഹൃത്തിനെ ആണല്ലോ തെറ്റിദ്ധരിക്കണേന്ന് ചിന്തിക്കുന്ന ഒരാളല്ല അവര്. അതുകൊണ്ടാണ്. ഞാൻ കണ്ണൂരാണ്. മധുകുമാർ, ഞാൻ എറണാകുളം ഫോർട്ട് കൊച്ചി. മല്ലു ഡെലിവറി, ഞാൻ അജ്മാനിലുണ്ട്. അതാണ് തെറ്റിദ്ധരിച്ചത്, അതാണ്. ആ ബ്ലഡി ഫുൾ ടീച്ചർ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? നമ്മുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടതാ. കാസർഗോഡുകാരനല്ലേ? നോ. എൻ്റെ ലൈവിലേക്ക് ഗെയിം കളിക്കാൻ ആരും വരണ്ട. ഇത് ഗെയിം ഇല്ലാത്ത ലൈവാണ്. ഞാൻ ഈ ഒരു ഓരം പിടിച്ച് പയ്യെ പൊയ്ക്കോട്ടെ. ഞാനും ആ ആളെ തെറ്റിദ്ധരിച്ചു. അതാണ് ഷിയാസെ. ആ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്, അതിനു വേണ്ടിയാണ്. കാരണം എന്തിനാ നമ്മൾ വെറുതെ ഒരാളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? മോശമല്ലേ? അത് മോശമല്ലേ? കൊച്ചിയിലെവിടെയാണ് മാഹി? ക്ലൂ ഉണ്ടോ കോയാച്ചി? ആ ആളുടെ ആദ്യത്തെ 2 അക്ഷരം ഇവിടെ ആരും നേരത്തെ വന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആളേക്കാൾ കൂടുതൽ അയാളുടെ വൈഫാണ് ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. അത് അതിനേലും വലിയ ഉടായിപ്പാണ് കേട്ടോ. അപ്പോൾ അവനല്ല, അവന് പിന്നീട് പൊക്കിക്കോളൂ. എടാ ഈ ആളുടെ മുമ്പിൽ നിങ്ങൾ ഈ പറഞ്ഞ ആളൊക്കെ വെറും ശിശുക്കളാണ്. അതിനേക്കാൾ എന്താ പറയാ, അവരുടെയൊക്കെ എച്ചമാണ് ഇപ്പൊ അകത്ത് പോയിരിക്കണത്. തലയിൽ മുടിയുണ്ടോന്നാ? ഉണ്ട്. ഞാൻ പള്ളുരുത്തിയിൽ എവിടെയാണ്? പള്ളുരുത്തി എനിക്കറിയാം. ആളെ പറ്റിയാൽ എന്തേലും ഒന്ന് പറയോ? സിനിമാ നടിയാണോന്നൊന്നും എനിക്കറിയില്ല. പുട്ടിയമ്മായി ആണെന്ന് എനിക്കറിയാം. ഈ അടുത്ത കാലം വരെ എനിക്ക് മക്കളൊന്നുമില്ല, ആദ്യമായിട്ട് പ്രസവിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരാളാണ്. അത്രേ. ആള് മലയാളിയാണ്. ഒന്ന് പോയാ നിങ്ങൾ ഇവിടുന്ന് പോയേ. പച്ചീസിന്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ള ഒരു ടിക്ടോക്കിന്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്തോ.
എന്താണെങ്കിലും എൻ്റെ ഒരു 3-4 ദിവസത്തെ നോമ്പ് ശൈത്താൻ കൊണ്ടുപോയി. പ്രതികരിക്കണ്ട എന്ന് ഓർത്തിരുന്നതാണ്. പക്ഷേ ഞങ്ങൾ അനുഭവിച്ച കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, നാട്ടിലും ഒരു കുഞ്ഞ്, പല സ്ത്രീകൾ ഒക്കെ ഒരു ഉപ്പ ഈ അടുത്ത് ഈ ഒരു വൃത്തികെട്ടവൻ്റെ കാര്യത്തിൽ മനം നൊന്ത് മരിച്ചിട്ട് ഏതാണ്ട് ഒരു 2 മാസമേ ആകണുള്ളൂ. ഒരു പ്രവാസി. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ഈ പ്രവാസത്തിൽ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് നമ്മളുടെ മകൾ അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അവൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോവുക, അവളെയും കൊണ്ട് ഓടി നടന്ന് കുറേ നഗ്ന വീഡിയോസ് എടുക്കുക, അത് പിന്നെ പ്രചരിപ്പിക്കുക, അവളെയും കാശ് പറ്റിക്കുക, അതിൻ്റെ പേരിൽ ജയിലിൽ പോകുക, ജയിലിൽ കിടക്കുക. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഇപ്പം ആർക്കും അങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ. നമ്മളുടെയൊക്കെ വീട്ടിലാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ. നമ്മുടെ പെമ്മക്കോ നമ്മുടെ സിസ്റ്റേഴ്സിനോ നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടികൾക്കൊക്കെയാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ സഹിക്കാൻ പറ്റുമോ? ഫ്രൂട്ട്സിൽ ക്ലൂ ഉണ്ടോ? നെന്മമരം ഒന്നുമല്ല. നാസർ കാലിക്കറ്റ് ഞാൻ ആരും എന്നെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. നസീർക്കാക്ക് ആളറിയാം. നിങ്ങൾ എല്ലാവരും നസീർക്കാൻ്റെ ഇൻബോക്സിൽ ചെല്ലും. നസീർക്കാക്ക് എന്തായാലും ഒരു ജോലി ആവട്ടെ. എല്ലാവരും നസീർക്കാൻ്റെ ഇൻബോക്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ടിക്ടോക്കിൻ്റെ PM-ലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും നസീർക്ക വെറുതെ ഇരിക്കലാണ്, കുറച്ച് ജോലി എടുക്കും നിങ്ങൾ. TM ഉണ്ടാകും, അവനാണെങ്കിൽ ഫ്രൂട്ട്സിലുണ്ടാവും. അതാണ് ഷിയാസേ. വേണ്ട ആര് കണ്ട പേടിയൊക്കെ കണ്ട ആ മനുഷ്യന്റെ പേടിയൊക്കെ. പേടി വേറൊന്നും കൊണ്ടല്ല കേട്ടോ, സത്യത്തിൽ ആ ആളോടുള്ള പേടിയല്ല, നമ്മൾ ജീവിക്കുന്ന നാടിനോടുള്ള റെസ്പെക്റ്റ് ആണത്. കാരണം നമ്മളിവിടെ ജീവിക്കാൻ വന്നവരാണ് അല്ലേ. നമുക്കൊക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് നാട്ടിലൊക്കെ പോയാൽ ഒന്നുമില്ല, ജീവിക്കാനുള്ള മാർഗമൊന്നും നാട്ടിലില്ല. നാട്ടിലെ അവസ്ഥയൊക്കെ ഇവിടത്തേനേക്കാൾ കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനും വല്ല കോപ്പ് ഊഹിച്ചു മരിക്കും ഇന്ന് ഞാൻ, നിഷ്കളങ്കൻ. ഞാൻ പറഞ്ഞല്ല, ആ ആളേക്കാൾ ഫേമസ് ആളെ വൈഫാണ്. നാട്ടിലാണെങ്കിൽ ആളെ വൈഫ് അതിനേക്കാൾ ഫേമസ് ആണ്. ആളെ വൈഫിനെ കുറിച്ച് നാട്ടിൽ പറയണ കേട്ടാൽ എൻ്റെ പൊന്നോ പെറ്റതുള്ള സഹിക്കൂല. പഠിച്ചോനെ. സുധി സുഖാണ് അൽഹംദുലില്ലാ. പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിൻ്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. സത്യത്തിൽ ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന 3 പ്രോഡക്റ്റുകളാണ്. മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. സുധി ഇല്ല മറന്നിട്ടില്ല. പക്ഷെ എന്നിട്ടും ആരും മനസ്സിലാക്കിയില്ല അവരെ. അതാണ് സത്യം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, എൻ്റെ സെയിം ID ആണ് ഇൻസ്റ്റാഗ്രാം ID-യിൽ. ഞാൻ ഈ വീഡിയോ കൊണ്ട് പോസ്റ്റ് ചെയ്തപ്പോൾ കറക്റ്റ് അഡ്രസ്സ് വരെ എഴുതി മലപ്പുറത്തുനിന്ന് ഒരാൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്താണ് റിപ്ലൈ കൊടുത്തതെന്നാൽ, മൂപ്പരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടും കൂടി ഇവിടെ കൊണ്ടുവന്ന് പിന്നെ പിൻ ചെയ്ത് വെക്കുന്നു പറഞ്ഞിട്ട്. പുള്ളിയുടെ അഡ്രസ്സ്, പേര്, സ്ഥലം എല്ലാം എൻ്റെ ഇൻസ്റ്റാ ID-യിൽ ഒരാൾ കൊണ്ടുവന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, മലപ്പുറത്തുള്ള ഒരാൾ. കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ ഓനെയും പറ്റിച്ചിട്ടുണ്ട്. അല്ല, ആ പേരിലുണ്ടാവില്ല, വേറൊരു കൊസ്രാക്കൊള്ളി പേരൊക്കെ ആയിരിക്കും. നിഷ്കളങ്കൻ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID-യിൽ ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരു മഞ്ഞ ചുരിദാറിട്ട് ചെയ്ത വീഡിയോ, ആ വീഡിയോൻ്റെ കമൻറ്റിൽ കറക്റ്റ് പേരും അഡ്രസ്സും ഒരാൾ വന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാം ID വ്യൂസ് കൂടാനുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ, ഞാൻ സത്യമാണ് പറഞ്ഞിരിക്കണം. അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലില്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് എടുത്ത് റിപ്ലൈ വീഡിയോ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കമന്റ് എടുത്ത് ഞാൻ റിപ്ലൈ വീഡിയോ കൊടുക്കും. എന്നാൽ പിന്നെ അതൊന്ന് പോയി നോക്കട്ടെ. പിന്നെ അവരൊക്കെ സെയിം ID ആണ് കേട്ടോ, ഫസി ഫിർസാദ്. ഞാനും എൻ്റെ ഇക്കയും കൂടി നിൽക്കുന്ന, ഞാനൊരു സാരി കൊടുത്ത് എൻ്റെ ഇക്ക എൻ്റെ കൂടെ നിൽക്കുന്ന, ഞങ്ങൾ രണ്ടുപേരും കൂടി നിൽക്കുന്ന ഒരു പ്രൊഫൈൽ പിക്കാണ്. ഇതിൽ ഞാൻ 3 വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ലൈനിലെ 2ാമത്തെ വീഡിയോയിൽ
പേര്, ഞാൻ ഈ പറയുന്ന പേര്, ആളുടെ പേര്, ആളുടെ അഡ്രസ്സ്, ഇത് ഇനിഷ്യൽ വരെ എഴുതി കമന്റ് ഒരാൾ കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റിന് നമുക്ക് റിപ്ലൈ വീഡിയോ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് തമാശല്ല, എനിക്ക് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. റിപ്ലൈ വീഡിയോ കൊടുക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ ടിക്ടോക്കിലൊക്കെ റിപ്ലൈ വീഡിയോ ചെയ്യുന്നില്ലേ, അതേപോലെ റിപ്ലൈ വീഡിയോ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാ ഖാലിദ് ഇബ്രാഹിം, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, ഇപ്പോഴൊന്നുമല്ല, വേറെ, അതായത് എൻ്റെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഇതെവിടെ കിട്ടുമെന്ന് കുറേ ആളുകൾ കമന്റ് ചെയ്തപ്പോൾ അതെടുത്തിട്ട് ഏതെങ്കിലും ഒരു കമന്റ് എടുത്തിട്ട് റിപ്ലൈ വീഡിയോ കൊടുക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. ഇനി അതിൻ്റെ എനിക്കറിയാൻ പാടില്ലായിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റിങ്സ് ഇനി എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. രജി, പറ്റും എല്ലാവരും പറയുന്നു പറ്റും. യൂട്യൂബിൽ തപ്പിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലേ, എങ്ങനെ റിപ്ലൈ വീഡിയോ കൊടുക്കണമെന്ന്. 73 പേരിൽ എത്ര ഫേക്ക് ഐ ഡി ഇരുന്ന് എൻ്റെ ഈ ലൈവ് കാണുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? യഥാർത്ഥ ഫസിയെ ബ്ലോക്ക് ഒരുപാട് ആൾക്കാരില്ല കേട്ടോ. എനിക്ക് ഒരു ഞാൻ ഈ കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് എൻ്റെ ഈ ടിക്ടോക്കിൽ, അതായത് UAE, വേറെ നാടുകളിലൊന്നുമല്ല, ഈ UAE ഒരു 1 2 3 4 5 6 7 ഒരു 6 7 ശത്രുക്കൾ എനിക്കുണ്ട്. അത് ഞാനായിട്ട് ഉണ്ടാക്കിയ ശത്രുക്കളാണ്. അത് ഞാൻ അവരുടേതൊന്നും മോഷ്ടിച്ചിട്ടോ കട്ടിട്ടോ പിടിച്ചു പറിച്ചിട്ടോ അവരെ ദ്രോഹിച്ചിട്ടോ അല്ലാതെ അവരെ പറ്റിച്ചിട്ടോ അവരെ ചീറ്റ് ചെയ്തിട്ടോ ഒന്നും ഉണ്ടായതല്ല. കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലുണ്ടായ ശത്രുക്കളാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഇന്ന് എന്നോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരാൾ ഇന്നൊരു കോൾ ചെയ്ത്, നിങ്ങളുടെ ശത്രു ഇല്ലേന്നാണ്. അപ്പോൾ ആ ആളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ കോൾ ചെയ്ത ആൾ പറഞ്ഞ, ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ എൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് കേൾക്കുന്നത് തന്നെ ഭയങ്കര വിഷമമാണ്. ഞാൻ ഒരാളെയും ഇന്ന് വരെ ശത്രുതയിലാക്കിയിട്ടില്ല, അൽഹംദുലില്ലാ. കാരണം അങ്ങനെ കുറേ ശത്രുക്കളെ വെച്ചിട്ട് നമ്മൾ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ, അത് ഭയങ്കര ഇതാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഉണ്ടായ ശത്രുത എന്ന് പറയുന്നത്, നമ്മളൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു ചീറ്റിങ്ങിൽ നമ്മൾ ചെന്ന് പെട്ടപ്പോൾ അവരുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു 6-7 ശത്രുക്കൾ കേട്ടോ. അത് മാത്രമേ ഫസിത്താക്ക് ടിക്ടോക്കിൽ, അല്ലാതെ വേറെ സ്ഥലത്തൊന്നും എനിക്ക് ശത്രുക്കളില്ല. എല്ലാവരോടും ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കൊണ്ടൊരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരാളെ ഉപദ്രവിക്കരുതെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അല്ലേ. നമുക്ക് എല്ലാവരെയും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരാൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. പലർക്കും പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും, ചിലപ്പോൾ ശാരീരികമായിട്ടായിരിക്കും അല്ലേ. അങ്ങനെ ചിലപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം. നസീർക്ക, നിങ്ങൾ ആ കമന്റ് ഒന്നുകൂടി ഇടണേ. ഒരു കാര്യം നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ്. 100% നമ്മൾ വിചാരിച്ച ചെയ്യാം. നമ്മൾ വിചാരിച്ചാൽ ഒരാളെ നമുക്ക് ഉപദ്രവിക്കാതിരിക്കാൻ പറ്റും അല്ലേ. ഒരാളെ നമുക്ക് ഉപദ്രവിക്കാതിരിക്കാൻ പറ്റും 100%. ആ ആള് ആദ്യമായി വാപ്പയാകുന്നതാണോ? ഇവിടെ എല്ലാവരോടും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി വാപ്പയാകുകയാണെന്നോ ആദ്യമായി ഉമ്മയാകുകയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇപ്പൊ ഉമ്മ ആയ ആള് 2-3 പ്രാവശ്യമെങ്കിലും വല്യുമ്മയാകേണ്ട ടൈമായി. കാരണം ആദ്യത്തത് പെൺകുട്ടിയാണെങ്കിൽ നമ്മളുടെയൊക്കെ ഇപ്പോൾ ഒരു മുസ്ലിം സമ്പ്രദായം അനുസരിച്ച് ഒരു 18 വയസ്സിൽ കെട്ടിക്കുവാണെങ്കിൽ 19, 20, 21, 18 വയസ്സിൽ കെട്ടിച്ചാൽ ഇപ്പോൾ 19 വയസ്സിൽ പ്രസവിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 21-ാമത്തെ വയസ്സിൽ 20-ാമത്തെ വയസ്സിൽ പ്രസവിക്കണമെങ്കിലും മൂത്ത മോള് ഒരു അടുപ്പിച്ച് ഒരു 1.5 കൊല്ലം ഇടവിട്ട് പ്രസവിക്കണമെങ്കിലും ഇപ്പോൾ ഒരു 2-3 പേരക്കുട്ടികൾ ഉണ്ടാകാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് 3-ാമത്തത് പ്രസവിച്ചപ്പോൾ. പക്ഷെ പബ്ലിക്കിൽ എല്ലാവരോടും ആദ്യത്തെ കുട്ടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, 3-ാമത്തെ കുട്ടിയാണ്. ആദ്യം 2 കുട്ടിയുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് ഒരു 24, 2-ാമത്തെ കുട്ടിക്ക് ഒരു 21 ഒക്കെ വയസ്സായിട്ടുണ്ട്. പിന്നെ വാപ്പയാക്കാണെങ്കിലും ആദ്യത്തെ വാപ്പയല്ല, 2-ാമത്തെ വാപ്പയാണ്. ദിൽ, വേർ ഈസ് ബെൻസർ? ബെൻസർ ഇവിടെ ഉണ്ടല്ലോ. ഞാനിന്ന് ബെൻസറിന്റെ ഒരു കമന്റിന് റിപ്ലൈ വീഡിയോ കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയുന്നല്ലോ ആരെയും പറ്റിക്കരുതെന്ന്. ഒരാളെ ഇങ്ങനെ മോശക്കാരനാക്കുന്നത് നല്ലതാണോ? ഒരു മോശക്കാരനാക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? നല്ലൊരാളെ മോശക്കാരനാക്കുന്നത് അത് മോശമാണ്. റിനി അല്ലു, നല്ല ഒരു വ്യക്തിത്വത്തിനുടമയെ മോശക്കാരനാക്കുന്നത് അത് വെറും വൃത്തികെട്ട മോശം പരിപാടിയാണ്. ഒരു വൃത്തികെട്ട മനുഷ്യനെ, ആ ആളെ സമൂഹത്തിന് കാട്ടിക്കൊടുക്കുന്നതും ഇനി ഈ ആൾക്ക് പറ്റിയ വേറൊരാൾക്ക് പറ്റരുത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിലും ഒരു മോശം
ഞാൻ കാണുന്നില്ല. അത്രേ ഞാൻ ചെയ്തുള്ളൂ. മാഹി, എന്നെ നിങ്ങൾ മോശക്കാരനാക്കരുത്. നിങ്ങൾ നമ്മളെന്ത് മോശക്കാരനാക്കട്ടെ. സെബ, അയൽക്കൂട്ടമാണോ ഇത്? അയൽക്കൂട്ടമാണോ? അയൽക്കൂട്ടത്തിന് എന്താ കുഴപ്പം? നല്ലതല്ലേ? ആരാണ് അയാൾ? നിനക്കറിയുന്ന ആളാണ് ജാസു. വ്യക്തമായും ശക്തമായും അറിയുന്ന ആളാണ്. പോയി നോക്കിയോ എല്ലാവരും? നോക്കട്ടെ, ഇൻസ്റ്റാഗ്രാമിലെ വ്യൂസ് കൂടട്ടെ. പോയി നോക്കണവരൊക്കെ ഫോളോയും കൂടി ചെയ്തോട്ടാ. നിങ്ങൾ ഇതുവരെ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. സെയ്തേ, ഉറപ്പുണ്ട്, 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ. അല്ലടി, അല്ല പഠിച്ചോനെ അല്ല. ഓൻ അതിനുള്ള ഗട്ട്സ് ഒന്നുമില്ല. സത്യം പറയാലോ, കാര്യമായിട്ട് പറഞ്ഞതാണ്. അത്രയ്ക്ക് ഗട്ട്സ് ഒന്നുമില്ല. ഒരിച്ചിരി കോഴിത്തരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത്രയും ദുഷ്ടതരവും വൃത്തികേടുകളൊന്നും ഈ പറയുന്ന ആൾ ചെയ്യൂല. അത് എനിക്ക് ഉറപ്പാ. ആമി ഇവിടെ ഇല്ലല്ലോ. ആമി ഒമാനില്. എനിക്ക് മനസ്സിലായി. നീ അപ്പൊ ഇപ്പൊ കയറുമെന്നുള്ളൂ. ഇപ്പൊ ഇത്രയും നേരം അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന. നസീർ ഖാന്റെ ഒരു കമന്റ് പോയി നോക്കിയേ മേളില്. നസീർ ഖാന്റെ ഒരു കമന്റ് പോയി നോക്കിയേ, അതിൽ കിട്ടും ആളെ. സുധീർ, എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, സെയിൻ പറഞ്ഞോളൂ. സെയിൻ, നിങ്ങളൊരു പാട്ട് പാടിക്കാളെ. നസീർക്ക ചിരിക്കണം. പക്ഷെ ഇത്രയും പബ്ലിക്കിൽ എന്ന് പറഞ്ഞ ഒരാളിനെ മോശക്കാരനാക്കുന്നത് തെറ്റല്ലേ? ഇല്ല, ഒരു തെറ്റുമില്ല. റിനി അല്ലൂനെ ഞാൻ നോക്കട്ടെ കേട്ടാ. എന്ത് തെറ്റ്? അവർക്ക് പബ്ലിക്കായിട്ട് ഒരാളെ ചീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ അവരെ പറയുന്നതിന് എന്താ കുഴപ്പം? ചീറ്റ് ചെയ്ത കാര്യം പറയണതിന് എന്താ? പബ്ലിക്കിൽ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഒരുപാട് ആളുകളുടെ ജീവിതം പിച്ചി ചീന്താണെങ്കിൽ അത് പിച്ചി ചീന്തിയവൻ ഇവനാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താ മോശം? റിനിയുടെ ജീവിതം ഒരാൾ പച്ചയ്ക്ക് പിച്ചി ചീന്തിയാല് റിനി അയ്യോ അയാളെ ഇനി പബ്ലിക്കിൽ മോശമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുവോ? ഇല്ലല്ലോ, പ്രതികരിക്കൂലേ? അത്രയേ ഉള്ളൂ. അയ്യോ ഇല്ല, അല്ല റിൻ അല്ല ഒരു വള്ളിയല്ല. ഷാഡോ ഓവറാക്കണ്ട കേട്ടാ. എന്തായാലും നിങ്ങൾക്കൊന്നും അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഷാഡോനോടും കൂടിയാണ്. അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യാൻ ഒരാളെ, അങ്ങനെ ഒരു വിധി ഒരാൾക്കും ദൈവം വയ്ക്കാതിരിക്കട്ടെ. അത് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം അത് അനുഭവിച്ചവർക്കറിയാം. നമ്മൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടോ അതേ വേദന തന്നെയാണ് വേറൊരാൾക്കും ഉണ്ടായാൽ. അപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു വേദന ഇനി ആർക്കും ഇല്ല, കൊടുക്കാതിരിക്കട്ടെ പഠിച്ചവൻ. വളയാർ, അവളെ അറിയും നിനക്ക്? പാപ്പിനിശ്ശേരി ആരാ? ജാസ്? അയ്യോ അല്ല പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. സുധീറെ, എന്തല്ല വിശേഷം? ന്യൂ ഫാദർ ജാസു, മാഹി അല്ലേ? സത്യല്ലേ ഞാൻ പറഞ്ഞത്? അവരും പടച്ചവനും തമ്മിലാകട്ടെ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കണോടാ. എല്ലാ കാര്യങ്ങളും പടച്ചവന് ഇട്ടുകൊടുത്ത്, പടച്ചവന് ഒത്തിരി കാര്യങ്ങളുള്ളതല്ലേ. നമ്മളെയൊക്കെ ഇവിടെ അള്ളാഹു പടച്ചിറക്കിയിരിക്കുന്നത് തന്നെ എല്ലാ ഭാരവും പടച്ചവന് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. നമ്മളും ഉണ്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടത്. നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു തീർക്കണം. അതിന് ആരോഗ്യവും ആയുസ്സും അത് എങ്ങനെ അത് ചെയ്തു തീർക്കണം എന്നുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് പടച്ചവനുള്ളത്. മനസ്സിലായോ? ബാക്കി നമ്മളാണ്. ഇപ്പം നമ്മളൊരു പരീക്ഷ എഴുതണേണ്, അത് എഴുതണ്ട, നമുക്കിവിടെ വെറുതെ ഇരുന്നാൽ മതി, പടച്ചോൻ വന്ന് എഴുതട്ടെ എന്ന് വിചാരിക്കുമോ? ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാം കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്. ഇനി എനിക്കിവിടെ കുത്തിയിരുന്നാൽ മതി, ബാക്കി അള്ള എഴുതട്ടെ. അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ? നമ്മൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ അബദ്ധവശാല് വെള്ളത്തിൽ വീണുപോയി, നമ്മൾ മനഃപൂർവ്വമല്ല, അബദ്ധവശാല് കാല് തന്നെ വെള്ളത്തിൽ വീണുപോയി, പടച്ചവൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കിടന്നാൽ ചത്തുപോത്തേ ഉള്ളൂ. നമ്മൾ നീന്തി രക്ഷപ്പെടണം, എന്നാലേ രക്ഷയുള്ളൂ. അയ്യോ അല്ലേ? ഏതല്ല? അടുത്തെത്തിന്ന് ജാസുവിനോടാണ് നസീർക്ക. അടുത്തെത്തിന്ന് ജാസു നിന്നോടാണ് കേട്ടോ നസീർക്ക. അടുത്തെത്തി. നിങ്ങൾ പറയല്ലേ, ഞാൻ ഷാർജ വരും, പറഞ്ഞു തരുമോ? എനിക്ക് സമാധാനം ഇല്ലാന്ന്. സെയിൻ, നിനക്ക് ആളറിയാന്ന് പറഞ്ഞിട്ട്. നസീർക്ക, ദേ നിങ്ങളാണ് ആളെ പറഞ്ഞു കൊടുത്തത്, ഞാനല്ലേ? വലൈക്കും അസ്സലാം സാജിദ്, ഹായ്. ശത്രുതയെക്കുറിച്ച് ഒരു അഭിപ്രായം, ഉഭയസമ്മതം, നിങ്ങളുടെ പ്രതികരണവും പങ്കുവയ്ക്കൂ. അതെ, ഇപ്പൊ കത്തും ജാസുവിന് കത്തിക്കണു.
മന്ദാര ചെപ്പുണ്ടോ മാണിക്ക. നസീർക്ക തീ കോരിയിട്ടിട്ട് പോകുന്ന പോക്കോക്ക്. ഞാൻ ആരെങ്കിലും അല്ലിച്ചിട്ട് വെള്ളം കോരി പക്ഷേ നസീർക്ക ഫോളോ മീന്ന്. സെയിൻ എന്തെല്ലാം വിശേഷം? എവിടെയാണ് പെരുന്നാളായിട്ട് പ്രോഗ്രാം? എവിടെയാണ് സെയിൻ? ആ സത്യം, ആളെ മനസ്സിലാക്കി കൊടുത്തിട്ട് ആള് മുങ്ങുകയാണ്. മൂപ്പര് തീ കോരിയിട്ട് ആരെങ്കിലും ഇതിൽ ഇച്ചിരി വെള്ളം കോരി ഒഴിക്ക്. എവിടെയാണ് അടുത്ത പെരുന്നാളിന് പ്രോഗ്രാം ഒന്നുമില്ലേ സെയിനെ? ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. വൈറ്റ് പേൾ ഹായ്. ഹായ് ജാക്ക് എജെ ഉണ്ട്. ഫുജേറയിലുണ്ടോ? ഓക്കെ, നമ്മളറിയിക്കണേ. ഓർമ്മയുണ്ടോ ഫസിത്ത? വൈറ്റ് പോൾ വൈറ്റ് പോൾ വൈറ്റ് പോൾ വൈറ്റ് പോൾ വൈറ്റ് പോൾ വൈറ്റ് പോൾ. ഇതാരാ? അവളെ ഫ്രണ്ടാ, പക്ഷെ ഫോളോയിങ് ഒന്നും കാണുന്നില്ല. ഡ്രസ്സ് കട ഉണ്ടോ? എനിക്കോ? ഇല്ലല്ലോ. അവാനി അതുൽ ഹായ്. ജെറഫിൽ വെച്ച് കണ്ടത് എന്നാ കണ്ടേ? അല്ല, ഞാൻ ഇന്ന് വാട്സപ്പിൽ പറഞ്ഞില്ലേ. ആ ഓക്കെ, നീയാണോ അത്? സോറി 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 സോറി. ഇൻഷാല്ല ഇൻഷാല്ല. ലക്കി. ആ അന്ന് കണ്ടത് ലക്കിയുടെ അവിടെ വെച്ച് ഞാനോ മോളും മിക്ക എല്ലാരും കൂടി ഉള്ളപ്പോ അല്ലേ? മനസ്സിലായി 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 മനസ്സിലായി. ഇപ്പോഴല്ലല്ല, അതിപ്പോ ഒരു രണ്ട് മാസത്തിൽ മേലെ ആയില്ലേ? 2 മാസത്തിലും. മോളല്ലായിരുന്നു, എൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു. ജിമിക്ക് ഷോപ്പുണ്ടോ? ഡ്രസ്സ് ഷോപ്പുണ്ടോ? സുധീര, നീ എൻ്റെ എല്ലാ ദിവസവും ഇടുന്ന ചുരിദാറുകൾ കണ്ടിട്ടോ കമ്മല് കണ്ടിട്ടാണോ? ഇല്ലടാ, ഇതൊക്കെ പഴയ 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 എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം മുമ്പുള്ളതാണ്. ഇതൊന്നും കളയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യം വരുമ്പോൾ എടുത്തിടും. നിങ്ങൾക്കറിയില്ലല്ലോ ഇത് പുതിയതാണോ പഴയതാണെന്നൊന്നും, എനിക്കല്ലേ അറിയുള്ളൂ. ഇതിപ്പോ ഫിൽറ്റർ ഇട്ടേക്കണോണ്ടേട്ടാ, അല്ലെങ്കിൽ ഇത് നരച്ച് പുല്ലായിരിക്കുന്നേ. ഫിൽറ്ററിന്റെ ഭംഗിയാണ് ഈ കമ്മലിലൊക്കെ. ആ മനസ്സിലായി മനസ്സിലായി. നമ്മളെ അറിയോ? അജ്മാനിൽ വെച്ച് കണ്ടിരുന്നു നിങ്ങളെ. ഇല്ലാസേ ഇല്ല. ഇജാരാ മനസ്സിലായില്ലടാ. വൈറ്റ് പേളെ താങ്ക് യു. എന്നാൽ ഞാൻ പോവാ, സമയം കിട്ടുമ്പോൾ വീഡിയോ ചെയ്യുമോ? ഓക്കെ ഓക്കെ. ഇത് വെയിറ്റ് ഉണ്ടോ? അല്ല, അങ്ങനെ വെയിറ്റ്ലെസ്സാ. ഇല്ല, വെയിറ്റ് ഒന്നുമില്ല, വെയിറ്റ്ലെസ്സാ. പിന്നെന്താ മലപ്പുറം സുൽത്താനെ? നിങ്ങളൊക്കെ നമ്മളെ ഫ്രണ്ടാണല്ലോ. അപ്പൊ ഇത് എത്ര മലപ്പുറം സുൽത്താന്മാരുണ്ട്? ഒരു പേരിൽ തന്നെ എത്ര ഐഡി ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഷെബിൻ ഒമർ, അജു DXP. ഇത് കണ്ടോ കുട്ടികളെ? കുരു വരുന്നുണ്ടോ? മുഖക്കുരു. നിങ്ങൾ എന്നെ വയസ്സായി എന്ന് പറയണേ. എനിക്കിപ്പോഴും ദാണ്ട ഈ പ്രായത്തിൽ മുഖക്കുരു വരുന്നു. കണ്ടോ എന്തൊരു വേദനയാണെന്നറിയോ? ആകെ കൺഫ്യൂസ് ആയല്ലേ? എല്ലാവരും മതിയാക്കിയ ആളെ മനസ്സിലായപ്പോ. അല്ല, നമുക്കിപ്പോ ഇതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലൈവിൽ ആളുണ്ടാവാറുണ്ട് കേട്ടോ. അതോ അങ്ങനെ ഒരു കാര്യമുണ്ട്. അൽഹംദുലില്ലാ. കുറച്ചു നേരം നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോകും. ബൈ. ഓക്കെ ഓക്കെ. മലപ്പുറം സുൽത്താൻ കെ ഹലോ ഹായ്. കണ്ടോ? പിന്നെ വേറെന്തല്ല എല്ലാവരും വിശേഷം? പച്ചീസിന്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ള ഒരു ബയോയിൽ നമ്പർ ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. മലപ്പുറം സുൽത്താൻ ഓക്കെ. ഫോളോ ചെയ്തിക്കണം, ഫോളോ ബാക്ക് ചെയ്തിക്കണം. എവിടെ ഫിർസാദ് നാസ്തയൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഉറങ്ങി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോയി. ഇനിയിപ്പോൾ വരുമ്പോൾ 11:30-12 മണിയൊക്കെ ആവും. ഡ്യൂട്ടി ഇപ്പം അങ്ങനെയാണ്, നേരത്തെ പോകണ്ട. കുറച്ച് വൈകി ഒരു ഉച്ചയ്ക്കൊക്കെ പോയാൽ മതി. പിന്നെ നോയമ്പ് ഓർക്കണ സമയമാകുമ്പോൾ വരും. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമസ്കാരമൊക്കെ കഴിയുമ്പോൾ പോകും. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വരും. ഓക്കെ മാഹി. ഓക്കെ ഇൻഷാല്ല ഇൻഷാല്ല. മലപ്പുറം സുൽത്താൻ. ഞാൻ നെക്കിലല്ലല്ലോ താമസം. എന്താണ് അതിന്റെ പേര്? ഖരാമ. നമ്മൾ വന്നപ്പോൾ മുതൽ അവിടെ തന്നെയല്ലേ? ജാബിദ് സാബി. ആ ഖരാമ അവിടെയാണ്. ഹലോ ജാബിദ്. ഗോപാലകൃഷ്ണൻ. സോബിത് സാബിത്. ആ അൽഹൂത്തിന്റെ അടുത്ത്. അതെ.
അൽഹുത്തിൻ്റെ അടുത്ത്. പിന്നെന്തല്ല അള്ളാ, എൻ്റെ ബാറ്ററി ചാർജ് 9 അറിയോ? അജ്മാനിൽ നിന്ന് കണ്ടിട്ടുണ്ട് സുൽഫിയുടെ പ്രോഗ്രാമിൽ. ജാബിദ് സുൽഫിയുടെ പ്രോഗ്രാമിന് അറിയാം. ഇവിടെ വെച്ച് നെസ്റ്റോൽ വെച്ച് അല്ലേ? നോമ്പ് തുറ ഇൻഷാ അല്ലാ. ഈദിന് ബിരിയാണി കഴിക്കാൻ വരും കേട്ടോ. ഇൻഷാ അല്ലാ വരൂ. എന്തായാലും നമ്മൾ ബിരിയാണി കുറച്ച് അധികം വെക്കണം, കാരണം 1-2 പേരൊക്കെ ഉണ്ടാവും. ആരെങ്കിലും, പിന്നെ അനിയൻ്റെ വൈഫോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും. മനസ്സിലായി ജാബിദേ? എന്തെല്ലാം വിശേഷം? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ഇലിയാസ് പോയി തോന്നണം. ഉണ്ടല്ലോ ഇവിടെ. ബഹ്റൈൻകാര് സുഖ, അൽഹംദുലില്ലാ, സുഖായിരിക്കട്ടെ. ഓക്കെ വൈറ്റ് പിള്ളേ. ഓക്കെ, ഇൻഷാ അല്ലാ കാണാം. വരൂ, ഇതിന് ബിരിയാണി കഴിക്കാൻ വരൂ. വലൈക്കും അസ്സലാം. മണവാളൻ എവിടെയാണ്? ചീപ്പ് ഗസ്റ്റോ? ഓക്കെ, ഫോളോ ബാക്ക് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാ ചെയ്തിട്ടുണ്ട്. മണവാള ഇതിനൊക്കെയുള്ള റിപ്ലൈ വീഡിയോ ഞാൻ ഒരു 10-15 മിനിറ്റ് ചെയ്തിട്ടുണ്ട്. നീ പോയി നോക്കിട്ടോ മണവാള. പ്രതീഷ് ഹായ്. ചോറ് ബൈക്കുക. ഓക്കെ മണവാള, താങ്ക് യു സോ മച്ച്. എത്ര ആൾക്കാർ എൻ്റെ ലൈവിലുണ്ടായിരുന്നു? എൻ്റെ ബാറ്ററി ചാർജ് ഇപ്പം 27%. ജോമോൻ. അപ്പോൾ എല്ലാവരോടും ബൈ. നാളെ കാണാം ഇൻഷാ അല്ലാ. പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ ടിക്ടോക്കിൻ്റെ ബയോയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ കുറേ ആളുകളിൽ ഒരാളുടെ പേര് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. അതുപോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ തെറ്റിദ്ധാരണകൾ മാറും. കാരണം നമ്മളുടെ ഒരു വീഡിയോ കൊണ്ട് തെറ്റ് ചെയ്യാത്ത ഒരാളും ക്രൂശിക്കപ്പെടരുത്, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ആളല്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നൗഷി ഹായ്. നൗഷി എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അലീക്ക എന്തെല്ലാം വിശേഷം? എവിടെയാണ് നിങ്ങൾ? ഇന്ന് എൻ്റെ പിന്നെ നസീർ ഖാനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിണങ്ങി. എന്തിനാണ് മോളെ എന്നോട് പിണങ്ങണേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട്? എടി പെരുന്നാളായിട്ട് പെർഫ്യൂമിന് ഓഫർ ഉണ്ടോ? അത് ചോദിക്കട്ടെ ആദ്യം. പെരുന്നാളായിട്ട് പെർഫ്യൂമിന് ഓഫർ ഉണ്ടോ സോറ? ഷീജ കുവൈറ്റ് ഉണ്ട്, വാങ്ങിക്ക് ഇൻഷാ അല്ലാ വരാം. കബാലി എവിടെയാണ്? കബാലി നിങ്ങളൊക്കെ കാണുന്നേ ഇല്ലല്ലോ, കുറേ ആയല്ല നിങ്ങളെയൊക്കെ കണ്ടിട്ട്. ഞാനാണ് വരാത്തതല്ലേ ലൈവില്. ഹായ് ദീപക് തോമസ്. അപ്പം എല്ലാവരോടും ബൈ. എൻ്റെ ഫോൺ ഇപ്പം ചാർജ് ചെയ്യും. ഹാപ്പിയാണ്, അൽഹംദുലില്ലാ സുഖമായിരിക്കുന്നു. എല്ലാവരോടും 7% ഉള്ളൂ. റഫീഖ് ഹായ്. അപ്പം എല്ലാവരും വാട്സപ്പ് ചെയ്യട്ടോ. പച്ചീസിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവരെല്ലാവരും വാട്സപ്പ് ചെയ്യും. ഓക്കെ ബൈ. താങ്ക് യു സോ മച്ച് ഓൾ. എല്ലാവരുടെയും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇങ്ങനെ വന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ഊർജവും ആർജവും ഒക്കെ എനിക്ക് തരുന്നത്. അത് ഇനിയും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഉണ്ടാവണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. തിരിച്ചും ആ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തിരിച്ചും ഉണ്ടാവും. അപ്പോൾ എല്ലാവരോടും ബൈ. എല്ലാവർക്കും നല്ലത് മാത്രം പടച്ച തമ്പുരാൻ വരുത്തട്ടെ. നന്മ ചെയ്യുന്നവർക്ക് നന്മ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തുക. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാ. ബൈ.